يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له يعلم خائنة الأعين وما تخفي الصدور فإنه لا يخفى عليه خافية وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ സമ്പന്നരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, റഹ്മാനായ റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നാം ഒറ്റപ്പെടുന്ന തനിച്ചാകുന്ന രഹസ്യ ജീവിതത്തിൽ പാലിച്ചും പുലർത്തിയും ആ ജീവിതം അർത്ഥവത്താക്കണമേ എന്ന് അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, ആ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് മഹ്ശറിൽ അവിടെ വെച്ച് ഉണ്ടാകുന്ന ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് പറയുകയാണ്, കം മിൻ ജാരി, എത്രയെത്ര അയൽവാസികളാണ്, ശ്രദ്ധിക്കണം, എത്രയെത്ര അയൽവാസികളാണ് മുതഅല്ലിഖുൻ ബിജാരിഹി യൗമൽ ഖിയാമ, തന്റെ അയൽവാസിയുടെ അരികെ കൈ പിടിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ വന്നുകൊണ്ട് യഖൂൽ, അവർ പറയാണ്, ദുനിയാവിലുണ്ടായിരുന്ന അയൽവാസിയുടെ കൈ പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാന്റെ മുന്നിൽ നിർത്തിയിട്ട് പറയാണ്, യാ റബ്ബി, റബ്ബേ സൽ ഹാദാ
ഈ വ്യക്തിയോട് റബ്ബേ നീ ചോദിക്കണം, ലിമ അഗ്ലക അന്നി ബാബഹ, റബ്ബേ എന്റെ കുടുംബത്തിന് മുമ്പിൽ എന്തിനാണ് ഈ വ്യക്തി അവന്റെ വാതിൽ കൊട്ടിയടച്ചത് എന്ന് റബ്ബേ നീ ചോദിക്കണം. വമനഅനി ഫദ്ല, അല്ലാഹു അവന്റെ ഔദാര്യമായി കൊണ്ട് നൽകിയ സമ്പത്താകട്ടെ വീടാകട്ടെ എന്തും ഈ പാവപ്പെട്ട എന്നെ തൊട്ട് തടഞ്ഞത് എന്തിനാണെന്ന് റബ്ബേ ഇപ്പോ ഇവിടെ വെച്ച് റബ്ബേ നീ ചോദിക്കണം ഈ വ്യക്തിയോട് എന്ന് വളരെ ഭയപ്പെടുത്തുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ട, എന്നാൽ അത് പുലർത്താൻ ഏറെ ശ്രമകരമായ ഒന്ന് തന്നെയാണ്. പക്ഷെ അത് പിച്ചു ചീന്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു മുസ്ലിമിന്റെ കടമ എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങോട്ട് ചേർത്താലും ഇല്ലെങ്കിലും, ഇങ്ങോട്ട് ഉപദ്രവം ചെയ്താലും ഇല്ലെങ്കിലും, ഗുണം ചെയ്താലും ഇല്ലെങ്കിലും അങ്ങോട്ട് ചേർക്കുക, അങ്ങോട്ട് ബന്ധം പുലർത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി. അവിടെ മറ്റുള്ള ഈഗോകൾക്കോ വാശിക്കോ ദേഷ്യത്തിനോ ഒന്നും സ്ഥാനമില്ല. അതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ കളവ് പറയൽ പാപമാണ്. പക്ഷേ ഈ ബന്ധം പുലർത്തുന്നതിന് വേണ്ടി അനിവാര്യമായി വന്നാൽ രണ്ട് വ്യക്തികൾക്കിടയിൽ ആ ഒരു ബന്ധം പുലർത്തുന്നതിന് വേണ്ടി കള്ളം പറയാൻ വരെ ഒരു സാഹചര്യത്തിൽ അനുവാദം തന്നത് ഈ ബന്ധം വിച്ഛേദിച്ചു പോകരുത് എന്നുള്ളതാണ്. തീർന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് സമ്പത്തിലോ ആരോഗ്യത്തിലോ സ്വന്തം കുടുംബത്തിലോ വർധനവ് വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോട് ദീനിന്റെ കൽപ്പന ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനാണ്. പ്രിയമുള്ളവരെ, അതിലേറെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് അയൽപക്കം എന്ന് പറയുന്നത്. അയൽവാസിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറെ ഏറെ ഗൗരവമുള്ള, അതുപോലെ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പരിശുദ്ധമായ ബന്ധം അത് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്നവരാകട്ടെ, വാടകയ്ക്ക് താമസിക്കുന്നവരാകട്ടെ, ആരാണെങ്കിലും ഈ ബന്ധം ബാധകമാണ്. അത് ഒരു മാസത്തിന് വന്ന് നിൽക്കുന്നവരാകട്ടെ, ഒരു വർഷത്തിന് നിൽക്കുന്നവരാകട്ടെ, അയൽവാസി എന്നും അയൽവാസിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, നമുക്കറിയാം, എല്ലാവരും കേട്ട ഒരു ഹദീസാ, മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ വനന്തു അന്നഹു സയുവദിസു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം, ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാൻ. കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞ് കേട്ട് 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഞാൻ ഭയപ്പെട്ടു പോയി. അയൽവാസിക്കെങ്ങാനും അനന്തരാവകാശം കൊടുക്കാൻ പാകത്തിനായി പോകുമോ എന്ന് അവരോടുള്ള ബാധ്യതകൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത്രത്തോളം ബാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹും ആ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞു, വഅബ്ദുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം, വലാ തുശ്രികൂ ബിഹി ശൈഅ, ആ റബ്ബിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന അതിപ്രധാനമായ തൗഹീദ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയത് വൽ ജാരി ദിൽ ഖുർബ വൽ ജാരി ജുനുബ്, അയൽവാസിയോടുള്ള ഇഹ്സാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയാം. ആ അയൽവാസി കുടുംബക്കാരനാകട്ടെ, ആ ആയത്തിന്റെ പ്രയോഗം അങ്ങനെ, വൽ ജാരി ദിൽ ഖുർബ വൽ ജാരി ജുനുബ്, ആ അയൽവാസി കുടുംബക്കാരനാകട്ടെ, യാതൊരു കുടുംബ ബന്ധമില്ലാത്ത, രക്തബന്ധമില്ലാത്ത, മുലകുടി ബന്ധമോ വിവാഹ ബന്ധമോ ഇല്ലാത്ത ആരുമാകട്ടെ, അവരോട് ഇഹ്സാൻ ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. കാരണം അല്ലാഹ് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് ആ നിർബന്ധ ബാധ്യത വീട്ടാൻ, പ്രിയമുള്ളവരെ,
നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ നിർബന്ധ ബാധ്യതയിൽ അള്ളാഹു ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അയൽവാസികളെ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഇഹ്സാനിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ അയൽവാസിയുടെ പറമ്പുകൾ അത് നമ്മുടെ ഒരു തരി വേസ്റ്റ് പോലും ഇടാനുള്ള സ്ഥലമാക്കി മാറ്റരുത്. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മുടെ മതിലുകൾ നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും അനുസരിച്ച് കുറച്ച് കയറ്റി കെട്ടിയിട്ട് അയൽവാസിയുടെ വാഹനം വരാനുള്ള മുടക്കം സൃഷ്ടിക്കുന്ന രൂപത്തിലാകരുത് നമ്മുടെ മതിൽ കെട്ടുന്നത്. നമ്മുടെ സുഖം സൗകര്യവും നോക്കി മാത്രം ആകരുത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അയൽവാസിക്ക് നമ്മുടെ ഒരു മരം ഭീഷണിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ഫലപുഷ്ടമാണെങ്കിലും നമുക്ക് ആ മരം വേണ്ട. നമ്മുടെ കൺകുളിർമയുള്ള ഒരു വൃക്ഷം, ഒരു മരം, ഒരു ചെടി അയൽവാസിക്ക് അതിന്റെ ഇല വല്ലാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള കൺകുളിർമ വേണ്ട എന്ന് തീരുമാനിക്കാൻ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഅഹ്സിൻ ജാറക ഇൻ കുൻത മുഅ്മിന. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ വിശ്വാസിയാണോ അഹ്സിൻ ജാറക, സ്വന്തം അയൽവാസിയോട് നന്നായി പെരുമാറണം. ആ ഈമാൻ ഉള്ളിലുണ്ടോ ഇതൊക്കെ ഉള്ളിൽ നിന്ന് നമുക്ക് വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ് ഈ അയൽപക്ക ബന്ധം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പ് നിൽക്കുന്നു, പക്ഷേ മനുഷ്യരുമായിട്ടുള്ള ഈ മാനുഷിക ബന്ധങ്ങൾ അതിന് ഇസ്ലാം ഏറെ വില കൽപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം, ഏറെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കണം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബാക്കൾ പറയാം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫുലാന തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ. റസൂലേ, ഒരു സ്ത്രീ അവര് രാത്രി നിന്ന് നമസ്കരിക്കുന്നുണ്ട്, പകല് അന്ത്യോളം നോമ്പ് നോക്കുന്നുണ്ട്. റസൂലേ, അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ സ്വതക്ക കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ത്രീ, പക്ഷേ ആ സ്ത്രീയുടെ നാവ് കൊണ്ട് സ്വന്തം അയൽവാസിയെ കുറ്റപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, ലാ ഖൈറ ഫീഹാ, ആ സ്ത്രീയിൽ ഒരു ഗുണവുമില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഹിയ മിൻ അഹ്ലിൻ നാർ. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീ നരകാവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു വാശിക്കോ ദേഷ്യത്തിനോ ഈഗോക്കോ വേണ്ടി കാണേണ്ടുന്ന ഒരു വിഷയമല്ല അയൽപക്ക ബന്ധം എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. ദുനിയാവിൽ നമുക്ക് എന്തും അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം, എന്തും എഡിറ്റ് ചെയ്യാം, എന്തും വിട്ടുകൊടുക്കാം, പക്ഷേ പരലോകം നമുക്ക് നഷ്ടപ്പെടരുത്. അതിനുവേണ്ടി ദുനിയാവിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും നമ്മൾ തയ്യാറാകണം. ആ ഒരു നിലക്ക് കാണേണ്ടുന്ന ഒരു വിഷയമാണ് അയൽപക്ക ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് സഹാബാക്കൾ ചോദിക്കുകയാണ്, റസൂലേ, എന്നാൽ മറ്റൊരു സ്ത്രീ ഉണ്ട്, അവര് ഫുലാന തുസല്ലി മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്, സുന്നത്തൊന്നും അധികമില്ല, നിർബന്ധമായ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സദഖ കൊടുക്കുന്നുണ്ട്, അവരെ കയ്യിലുള്ള ചില്ലറ ചീസ് പോലത്തെ സംഗതികളൊക്കെ സദഖയും കൊടുക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വലാ തുഖ്ദി അഹദൻ, അയൽവാസിക്ക് അവരെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഇല്ല. ഒരുപാട് ഗുണമുണ്ട് എന്നല്ലോ പറഞ്ഞേ, അവരെ കൊണ്ട് അയൽവാസിക്ക് യാതൊരു ഉപദ്രവവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവര് സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന പാഠം, ഒരുപാട് പ്രവർത്തനങ്ങൾ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ വീട്ടുക എന്ന് മാത്രമല്ല നമ്മുടെ ബാധ്യത, നമ്മുടെ നിർബന്ധ കടമ, മറിച്ച് നമ്മൾ ഒരു മാനുഷിക ജീവി എന്നുള്ള നിലക്ക് മനുഷ്യന്മാരുമായി സഹവസിച്ച് ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അവരുമായുള്ള ബന്ധം അത് ഏറ്റവും സുദൃഢമാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിൽ വേണം ഈ ഹദീസിനെ മനസ്സിലാക്കാൻ. അതല്ലാണ്ട് നിസ്കരിച്ചോണ്ടോ നോമ്പോറ്റോണ്ടോ കാര്യമില്ല എന്നല്ല, അതോടൊപ്പം തന്നെ മാനുഷികമായ ബന്ധങ്ങൾ
അതിന് വില കൽപ്പിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഹദീസ് പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഇഹ്സാൻ, നിങ്ങൾ അയൽവാസികളോട് നന്മ ചെയ്യണം എന്ന് കൽപ്പിച്ചതിൽ ഒന്നാമത്തെ ഘട്ടം അവരോട് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ രണ്ടാമത്തെ ഘട്ടമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അവരോട് മാന്യമായി പെരുമാറുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവിടെ ഇസ്ലാം അവൻ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നൊരു ജാതിയോ മതമോ നോക്കാൻ കൽപ്പിച്ചിട്ടില്ല. ഉലമാക്കൾ ഈ ഹദീസിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്, അവൻ നാഫി ആകട്ടെ വാറാകട്ടെ, അവൻ നമുക്ക് എന്നും രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ അവൻ എണീച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ആളാ. പക്ഷെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ അവന് നന്മ ചെയ്തോ. ഈ ആയത്തിന്റെ ആശയം അത്തരത്തിലാണെന്ന് ഉലമാക്കൾ വിശദീകരിക്കുമ്പോൾ തീർന്നില്ല. ഉലമാക്കൾ പറയാൻ അൽ കാഫിറു വൽ മുസ്ലിം, മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ, ഈ ബാധ്യത എല്ലാവരോടും ഉള്ളതാണെന്ന് ഉലമാക്കൾ വിശദീകരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അയൽവാസി ആരാണെന്ന് നോക്കരുത്, പക്ഷേ മുസ്ലിം ആണെങ്കിൽ അവനോടുള്ള ബാധ്യതകൾ അല്പം കൂടുമെന്ന് മാത്രം. പക്ഷേ മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ, നമുക്ക് ഉപകാരം ചെയ്യുന്നവരാകട്ടെ ഉപദ്രവം ചെയ്യുന്നവനാകട്ടെ, ആരാണെങ്കിലും അവരോടുള്ള ബാധ്യതകൾ വലുതാണ്. അവരോട് നന്മ ചെയ്യണം, അവരോട് ഇസ്ലാമിന് എതിരാകാത്ത കാര്യങ്ങളിലെല്ലാം കഴിവിന്റെ പരമാവധി സഹകരിക്കുക എന്നാണ് രണ്ടാമത്തെ ഒരു ഇഹ്സാനിന്റെ ഘട്ടമായിക്കൊണ്ട് ഉലമാക്കൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു നല്ല അയൽവാസിയായിട്ട് മാറാൻ സാധിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു നല്ല അയൽവാസിയായി മാറാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ അയൽവാസി, അവൻ മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ, അവൻ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, നമ്മൾ അടുത്തുണ്ടെങ്കിൽ അവന് പട്ടിണി എടുക്കാൻ പാടില്ല. നമ്മൾ അടുത്തുണ്ടെങ്കിൽ അവന് ചികിത്സക്ക് കാശില്ലാതെ പണമില്ലാതെ നെട്ടോട്ടോടാൻ പാടില്ല. അതാണ് ഒരു വിശ്വാസി അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഒരു നിർഭയത ഉണ്ടാവണം ഈ രൂപത്തിൽ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം, ഇസ്ലാം പകർന്നു കൊടുക്കുന്ന പാഠമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലക്ക് നല്ല ഒരു വിശ്വാസിയാകാൻ, നല്ല ഒരു അയൽവാസിയാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഗൗരവം ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റസൂലുള്ളാഹി ഒരിക്കൽ സ്വഹാബാക്കളോട് പറയാണ്, വല്ലാഹി ലാ യുമിൻ, 3 തവണ വല്ലാഹി ലാ യുമിൻ, വല്ലാഹി ലാ യുമിൻ, വല്ലാഹി അല്ലാഹു ആണ് സത്യം, അവൻ വിശ്വാസിയാവുകയില്ല. റസൂലുള്ളാഹി പറയാം, 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. സ്വഹാബാക്കൾ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, റസൂലേ, ഇത്രത്തോളം ദൗർഭാഗ്യവാൻ ആരാണ് റസൂലേ? അത്തരത്തിൽ പറഞ്ഞ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖ, ഏതൊരുത്തന്റെ ഉപദ്രവത്തിൽ നിന്ന് ഒരു അയൽവാസി മുക്തനല്ലയോ അവൻ വിശ്വാസിയാവുകയില്ല. പ്രിയമുള്ളവരെ, ഏറെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. നമ്മളെ കുറിച്ച് നമ്മുടെ അയൽവാസിക്ക് എന്ത് പറയാനുണ്ട് അത് ആലോചിച്ചാൽ മതി. നമ്മുടെ അയൽവാസി നല്ലവനാണോ ചീത്താനാണോ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ അയൽവാസിക്ക് നമ്മളെ കുറിച്ച് എന്ത് പറയാനുണ്ട്. ഈ പറഞ്ഞ പരിധിയിൽ അവൻ വിശ്വാസിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിധിയിൽ നമ്മൾ വരുമോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മുടെ അയൽവാസികൾക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണോ മോശം അഭിപ്രായമാണോ ഉള്ളതെന്നുള്ളത് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. പരിപൂർണമായി ഒരാൾ വിശ്വാസിയാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് 3 തവണ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നല്ലോണം ആ വിഷയം ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ അയൽവാസിയുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതെന്തിനാ പരിശോധിക്കണമെന്ന് വെച്ചാൽ, ഒരു ഹദീസ് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ മുസ്ലിമിൻ, ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറയാണ്, മാ മിൻ മുസ്ലിമിൻ, ഒരു വിശ്വാസിയും യമൂത്ത്, മരിച്ചു പോകുന്നില്ല, ഒരു വിശ്വാസിയും മരിക്കുന്നില്ല, ഫയശ്ഹദു ലഹു അർബഅതു അഹ്ലി അബയാതി മിൻ ജീറാനി, അവന്റെ അടുത്തുള്ള വളരെ അടുത്തുള്ള അയൽവാസികൾ വന്നിട്ട് പറയാണ്, അന്നഹും ലാ യഅലമൂന ഇല്ലാ ഖൈറ, ഇയാളെ കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായം ഇല്ലാത്തൊന്നും പറയാനില്ലട്ടോ. നമുക്കൊക്കെ അയൽവാസികളുണ്ടല്ലോ. നമ്മളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് നാളെ വന്ന് പറയാന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എത്ര വട്ടം ചോദിച്ചു, 1 ഇഞ്ച് കയറ്റിയിട്ട് മതിലൊന്ന് കെട്ടാൻ.
എത്രത്തോളം ഇയാളിനെ അടങ്ങറാക്കിയിരിക്കുന്നു. അയാൾ രാവിലെ തുടങ്ങും ഇതിനെ കുറിച്ച് കുറ്റം പറയാം എന്നാണെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഒരാള് മരിച്ചിട്ട് അയാളുടെ 4 അയൽപക്ക ബന്ധങ്ങളിലുള്ള ആളുകൾ 4 വീട്ടുകാർ വന്നിട്ട് പറയാണ് ഇയാളെ കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഹദീസിന്റെ ബാക്കി നമ്മൾ കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പറയുന്ന ഖദ് ഖബിൽതു ഇൽമകും, നിങ്ങളെ കുറിച്ച് അവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ അത് ഞാൻ സ്വീകരിച്ചു. വഅഫൗതു അമ്മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് പാപങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ടാകാം, അതെല്ലാം ഞാൻ പുറത്തു കൊടുത്തു. എന്താ കാരണം? അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറി അവരുടെ തൃപ്തി മേടിച്ചു എന്നുള്ളതാണ് അതിനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് ചില്ലറ കാര്യമല്ല, അതൊരു നിസാര കാര്യമല്ല. അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറി അവരുടെ തൃപ്തി ലഭിക്കുക എന്നുള്ളത് ഒരല്പം ശ്രമകരം തന്നെയാണ്. അതിനാണ് ഇത്തരം കൂലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നല്ല അയൽവാസിയാകാൻ, ഒരു നല്ല വിശ്വാസിയാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره عباد الله اتقوا الله. പ്രിയമുള്ളവരെ, ബന്ധങ്ങളിൽ ഏറെ വിലപ്പെട്ടതാണ് അയൽപക്ക ബന്ധം എന്നുള്ള ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്തു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവിടുന്ന് പറയാണ്, ഇൻ അഹ്ബബ്തും, വിശ്വാസികളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തിന്? അയ്യുഹിബ്ബകുമുല്ലാഹു വ റസൂലുഹു, അല്ലാഹും ഞാനും നിങ്ങളെ ഇഷ്ടപ്പെടണം. ഇത് നമ്മൾ ഓരോരുത്തരോടുള്ള ചോദ്യമാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി പോയെങ്കിലും ഇന്ന് നമ്മളോട് മുഖാമുഖം ചോദിക്കുന്നത് പോലെ നമുക്ക് തോന്നണം. അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങളെ അല്ലാഹും ഞാനും ഇഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫഅഹ്സിനു ജിവാറ മൻ ജാവറകും, നിങ്ങളോട് പറ്റിക്കെടുക്കുന്ന അയൽവാസികളുണ്ടല്ലോ, നിങ്ങളുടെ വീടിനോട് അടുത്ത് നിൽക്കുന്ന അയൽവാസികളുണ്ടല്ലോ, ആ അയൽവാസികളോട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം, ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണം. അത് 40 വീടാണോ 30 വീടാണോ എന്ന് ചർച്ച ചെയ്യാൻ പോണതിന്റെ മുമ്പേ തൊട്ടടുത്തുള്ള വീടുകളോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കാം. പിന്നല്ല അതിന്റെ അപ്പുറത്തേക്കുള്ള ചർച്ച. ഏറ്റവും അടുത്തുള്ള വീടിനോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. എങ്കിൽ അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം കരഗതമാകാൻ അത് സാധിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ, അതുപോലെ തന്നെ നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുക, നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകുക എന്നുള്ളത്. അവിടുന്ന് പറയാണ്, അങ്ങനെ വഹസ്നുൽ ജിവാർ, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നതിന് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം എന്താ? യഅ്മുറാനി ദിയാർ വയസീദാനി ഫിൽ അഅമാർ, നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ ആരോഗ്യത്തിലുള്ള ബറക്കത്ത്, വർധനവ്, നമ്മുടെ കുടുംബത്തിലുള്ള ബറക്കത്ത്, ഇതൊക്കെ ഈ കുടുംബബന്ധം പുലർത്തുന്നതിലൂടെ കിട്ടുമെന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ശൈത്താൻ നല്ലോണം പിടിക്കും, പല രൂപത്തിൽ ശൈത്താൻ വന്ന് പിടിക്കും, വ്യത്യസ്ത ഏരിയകളിലൂടെ വ്യത്യസ്ത പ്രശ്നങ്ങളിലൂടെ ഒക്കെ സമീപിക്കും. പക്ഷേ അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിൽ ഏത് അഡ്ജസ്റ്റ്മെന്റിനും, അയൽപക്ക ബന്ധത്തിന്റെ വിഷയത്തിൽ ഏതൊരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു അവരുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എത്രയും പെട്ടെന്ന് ആ കടം വീട്ടുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ,
നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ആദർശ ബന്ധുക്കൾ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آل محمد. أقم الصلاة.